ഹലോ ഗൈസ്, എൻ്റെ പേര് അരുൺ മാത്യു. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കാനഡയിലുള്ള ടാക്സിനെ പറ്റിയാണ്. കാനഡയിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന 3 മേജർ ഇൻകമാണ്. ആദ്യത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ജോലിയിൽ നിന്ന് കിട്ടുന്ന ഇൻകം, അതായത് നമ്മുടെ പേഴ്സണൽ ഇൻകം. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഇൻകം ഫ്രം ഇൻവെസ്റ്റിംഗ്, അതായത് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റിംഗിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻസും പിന്നെ ക്യാപിറ്റൽ ഗെയിൻസും. മൂന്നാമത്തത് ഇൻട്രസ്റ്റ് ഇൻകം, അതായത് നമുക്ക് ബാങ്കിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് ലൈക്ക് ബോണ്ട്സിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ്. സോ ഇതാണ് 3 മേജർ ഇൻകം. ഈ ഇൻകത്തിൻ്റെ ടാക്സേഷനെ പറ്റിയും കാനഡയിലുള്ള ടാക്സ് ബ്രാക്കറ്റിനെ പറ്റിയുമാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. സോ ആദ്യം നമുക്ക് നിങ്ങളുടെ പേഴ്സണൽ ടാക്സ്, അതായത് നിങ്ങളുടെ ജോലിയിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തെ പറ്റി നമുക്ക് സംസാരിക്കാം. സോ നിങ്ങൾക്ക് കിട്ടുന്ന പേഴ്സണൽ ഇൻകത്തിന് മെയിനായിട്ട് 2 തരം ടാക്സ് ആണ് ഉള്ളത്. ആദ്യത്തെ ഫെഡറൽ ടാക്സ്, രണ്ടാമത്തെ പ്രൊവിൻഷ്യൽ ടാക്സ്. ഈ ഫെഡറൽ ടാക്സ് ത്രൂ ഔട്ട് കാനഡ സെയിം ആയിരിക്കും, പക്ഷേ പ്രൊവിൻഷ്യൽ ടാക്സ് ഡിഫറെൻ്റ് ആണ്. എല്ലാ പ്രൊവിൻസിനും അവരുടേതായ ടാക്സ് റേറ്റ് ഉണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ കാനഡയിലെ ജോലിയിൽ നിന്ന് $50,000 ഉണ്ടാക്കി. ഈ $50,000 എല്ലാ പ്രൊവിൻസിലും സെയിം ഫെഡറൽ ടാക്സ് ആയിരിക്കും. പക്ഷേ ഈ $50,000 എല്ലാ പ്രൊവിൻസിലും അവരുടേതായ ടാക്സ് റേറ്റ് ഉണ്ട്. സോ ഈ കാരണം എല്ലാ പ്രൊവിൻസിലും ടാക്സ് റേറ്റ് ഡിഫറെൻ്റ് ആണ്. ഈ 50,000 ഞാൻ മാനിറ്റോബയിൽ കൊടുക്കുന്ന ടാക്സ് റേറ്റും ഞാൻ ഒണ്ടാരിയോയിൽ കൊടുക്കുന്ന ടാക്സ് റേറ്റും ഡിഫറെൻ്റ് ആയിരിക്കും. സോ അത് കാരണം എൻ്റെ ടോട്ടൽ ടാക്സ് പേയബിൾ എല്ലാ പ്രൊവിൻസിലും ഡിഫറെൻ്റ് ആയിരിക്കും. പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റിനും ഫെഡറൽ ഗവൺമെൻറ്റിനും അവരുടേതായ ടാക്സ് ബ്രാക്കറ്റ്സ് ഉണ്ട്. ഇന്ന് നമുക്ക് ഈ വീഡിയോയിൽ എങ്ങനെയാണ് ഈ ടാക്സ് ബ്രാക്കറ്റ്സും പിന്നെ ടാക്സ് റേറ്റും അപ്ലൈ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ എക്സാമ്പിളിൽ ഞാൻ ഫെഡറൽ ടാക്സ് ബ്രാക്കറ്റ്സും ടാക്സ് റേറ്റും മാത്രമാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ പ്രൊവിൻഷ്യൽ ടാക്സ് റേറ്റും ഈ സെയിം രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ എക്സാമ്പിളിലേക്ക് പോകാം. ആദ്യത്തെ ടാക്സ് ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ $0 to $49,020. അതായത് നിങ്ങളുടെ ഇൻകം $0 to $49,020 ആണെങ്കിൽ നിങ്ങൾ പേ ചെയ്യേണ്ട ടാക്സ് റേറ്റ് 15%. രണ്ടാമത്തെ ഫെഡറൽ ടാക്സ് ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ $49,020 to $98,040. ഈ ടാക്സ് ബ്രാക്കറ്റിൽ വരുന്ന ടാക്സ് റേറ്റ് ആണ് 26%. മൂന്നാമത്തെ ഫെഡറൽ ടാക്സ് ബ്രാക്കറ്റ് ആണ് $98,040 to $151,978. ഈ ടാക്സ് ബ്രാക്കറ്റിൽ വരുന്ന ടാക്സ് റേറ്റ് ആണ് 29%. ഇനി നമുക്ക് $50,000 ഫെഡറൽ ഗവൺമെന്റ് എങ്ങനെയാണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഈ $50,000 ഈ ഫെഡറൽ ടാക്സിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. സോ നമ്മുടെ ഇൻകം $50,000 ആണെങ്കിൽ നമ്മൾ ആദ്യത്തെ $49,020 നമ്മൾ കൊടുക്കുന്ന ടാക്സ് റേറ്റ് ആണ് 15%. സോ ഈ $49,020 15% ആണ് ഇവിടെ എഴുതിയിരിക്കുന്ന $7,353. സോ ബാക്കിയുള്ള $980 നമ്മൾ കൊടുക്കുന്ന ടാക്സ് റേറ്റ് ആണ് 26%. സോ അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന $254.80. സോ ഇവിടെ എൻ്റെ ടോട്ടൽ ടാക്സ് പെയ്ഡ് എന്ന് പറഞ്ഞാൽ $7,607 ആണ്. എൻ്റെ നെറ്റ് ഇൻകം, അതായത് ടോട്ടൽ ഇൻകം മൈനസ് ടാക്സ് പെയ്ഡ് എന്ന് പറയുന്നത് $42,392 ആണ്. എൻ്റെ ആവറേജ് ഇൻകം, അതായത് എൻ്റെ ടോട്ടൽ ടാക്സ് പെയ്ഡ് ഡിവൈഡ് ബൈ ടോട്ടൽ ഇൻകം ഈക്വൽസ് 15.21%. ഇവിടെ ഈ ആവറേജ് ടാക്സ് റേറ്റ് ഇമ്പോർട്ടൻ്റ് അല്ല. ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയത് ഈ മാർജിനൽ ടാക്സ് റേറ്റ് ആണ്, അതായത് 26%. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അഡീഷണൽ ആയി ഏൺ ചെയ്യുന്ന ഓരോ ഡോളറിനും നിങ്ങൾ കൊടുക്കുന്ന ടാക്സ് ആണ് 26%. സോ നിങ്ങളൊരു സെക്കൻഡ് ജോലിക്ക് പോയിട്ട് $100 നിങ്ങൾ ഏൺ ചെയ്താൽ അതിൻ്റെ $26 നിങ്ങൾക്ക് ടാക്സ് ആയി കൊടുക്കേണ്ടി വരും. ഇനി നമുക്ക് ഈ സെയിം വർക്കിംഗ് $90,000 $100,000 ചെയ്തു നോക്കാം. സോ ഈ $90,000 ആദ്യത്തെ $49,020 നമ്മൾ 15% ടാക്സ് കൊടുക്കണം. സോ അതാണ് ഈ $7,353 ഇവിടെ എഴുതിയിരിക്കുന്നത്. രണ്ടാമത്തെ $40,020 നമ്മൾ കൊടുക്കുന്ന ടാക്സ് റേറ്റ് ആണ് 26%. സോ ഇവിടെ നമ്മുടെ ടോട്ടൽ ടാക്സ് പെയ്ഡ് എന്ന് പറയുന്നത് $17,758 ആണ്. ഇവിടെ നമ്മുടെ മാർജിനൽ ടാക്സ് റേറ്റ് 26%. അതായത് ഇയാൾ ഉണ്ടാക്കുന്ന ഓരോ അഡീഷണൽ ഡോളറിന് ഇനി ഇയാൾക്ക് 26% ടാക്സ് കൊടുക്കണം. ഇനി ഈ സെയിം ആൾക്കൊരു പ്രൊമോഷൻ കിട്ടി. ഇപ്പോൾ അവരുടെ സാലറി $100,000 ആണ്. സോ അവരുടെ $100,000 ഇപ്പോൾ അവരുടെ മാർജിനൽ ടാക്സ് റേറ്റ് മാറി. ഇപ്പോൾ അവരുടെ മാർജിനൽ ടാക്സ് റേറ്റ് 29% ആണ്. സോ നേരത്തെ പറഞ്ഞാൽ ആദ്യത്തെ $49,020 അവർ $7,353 ടാക്സ് കൊടുത്തു. പിന്നെ രണ്ടാമത്തെ $49,020 അവർ 26% ടാക്സ് കൊടുത്തു, അതായത് $12,745. പിന്നെ ബാക്കിയുള്ള $1,960 അവർ 29% ടാക്സ് കൊടുത്തു, അതാണ് ഈ എഴുതിക്കുന്ന $568. ഇവിടെ നിങ്ങൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സാലറി $10,000 കൂടിയാലും ഓൾമോസ്റ്റ് $3,000 അതിൽ ടാക്സ് ആയിട്ട് പോയിട്ടുണ്ട്. ഇനി ഇയാൾ ഉണ്ടാക്കുന്ന ഓരോ അഡീഷണൽ ഡോളറിനും അയാൾക്ക് കൊടുക്കേണ്ട മാർജിനൽ ടാക്സ് റേറ്റ് 29% ആണ്. ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് കാനഡയിലെ ടാക്സ് സിസ്റ്റം വർക്ക് ചെയ്യുന്നതും പിന്നെ നിങ്ങളുടെ മാർജിനൽ ടാക്സ് റേറ്റിന്റെ ഇമ്പോർട്ടൻസുമാണ്. ഇനി നമുക്ക് നമ്മുടെ ഫെഡറൽ പ്ലസ് പ്രൊവിൻഷ്യൽ ടാക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഈ പ്രൊവിൻഷ്യൽ ടാക്സ് ഓരോ പ്രൊവിൻസിലും ഡിഫറെൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഇതിന് ഒരു ഓൺലൈൻ കാൽക്കുലേറ്റർ ഉപയോഗിക്കാം.
ഈ കാണുന്ന ഒരു EI ഓൺലൈൻ ടാക്സ് കാൽക്കുലേറ്റർ ആണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇവിടെ നമുക്ക് നമ്മുടെ ഇൻകം $100,000 ഇട്ട് നോക്കാം. സോ ഈ $100,000 എൻ്റെ പ്രൊവിൻസായ മാനിറ്റോബയിൽ ടോട്ടൽ ടാക്സ് പേയബിൾ $28,120 ആണ്. സോ ആഫ്റ്റർ ടാക്സ് എൻ്റെ ഇൻകം $71,880 ആണ്. എൻ്റെ ആവറേജ് ടാക്സ് റേറ്റ് എന്ന് പറഞ്ഞാൽ 28.12, എൻ്റെ മാർജിനൽ റേറ്റ് 43.40. സോ ഓൾറെഡി എനിക്ക് $100,000 ഇൻകം ഉണ്ട്. പിന്നീട് എനിക്ക് കിട്ടുന്ന ഓരോ അഡീഷണൽ റവന്യൂവിനും ഞാൻ കൊടുക്കേണ്ടത് 43.40. അതായത് എനിക്ക് $100 അഡീഷണൽ റവന്യൂ കിട്ടിയാൽ അതിൽ നിന്ന് $43.40 എനിക്ക് ടാക്സ് ആയി കൊടുക്കേണ്ടി വരും. ഇനി നിങ്ങൾ നോക്കേണ്ടത് ഈ അടുത്ത 2 കോളമാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഇൻഫർമേഷൻ ആണ്. മാർജിനൽ റേറ്റ് ഓൺ ക്യാപിറ്റൽ ഗെയിൻസ് 21.70. അതായത് നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നാണ് ഈ $100,000 കിട്ടണമെങ്കിൽ നിങ്ങളുടെ ടാക്സ് റേറ്റ് 21.70 ഉള്ളൂ. പിന്നെ അടുത്ത കോളം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ $100,000 നിങ്ങൾക്ക് ഡിവിഡൻഡ് ആയിട്ടാണ് കിട്ടിയെങ്കിൽ നിങ്ങളുടെ ടാക്സ് റേറ്റ് 28.12% ആണ്. കാനഡയിലെ ഏറ്റവും കൂടുതൽ ടാക്സ് റേറ്റ് ഉള്ള ഇൻകം നമ്മുടെ പേഴ്സണൽ ഇൻകമാണ്, അതായത് നമ്മുടെ ജോലിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻകം. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി മോസ്റ്റ് ഓഫ് ദ കനേഡിയൻസിൻ്റെ മെയിൻ ഇൻകം എന്ന് പറഞ്ഞാൽ ഈ പേഴ്സണൽ ഇൻകമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻകം കൂട്ടാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സെക്കൻഡ് ജോബിനേക്കാൾ നിങ്ങളുടെ ബെസ്റ്റ് ഓപ്ഷൻ നിങ്ങളുടെ പൈസ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റിന്റെ ഇൻകമായ ക്യാപിറ്റൽ ഗെയിൻസും ഡിവിഡൻസും ടാക്സ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന 3 മെയിൻ സോഴ്സസ് ഓഫ് ഇൻകം ആണ്. ആദ്യത്തെ ക്യാപിറ്റൽ ഗെയിൻ, രണ്ടാമത്തെ ഡിവിഡൻസ്, മൂന്നാമത്തെ ഇൻട്രസ്റ്റ്. ഇനി നമുക്ക് ഈ 3 മെയിൻ സോഴ്സസിന്റെ ടാക്സേഷനെ പറ്റി സംസാരിക്കാം. നിങ്ങളൊരു ടാക്സ് ഷെൽട്ടേഡ് അക്കൗണ്ടിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ആപ്ലിക്കബിൾ അല്ല. നിങ്ങളൊരു ടാക്സ് ഷെൽട്ടേഡ് അക്കൗണ്ട്സ് ലൈക്ക് RRSP അല്ലെങ്കിൽ TFSA നിങ്ങൾ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഐ ഹൈലി റെക്കമെൻഡ് യു ടു സ്റ്റാർട്ട്. നിങ്ങൾക്ക് ഈ അക്കൗണ്ട് തുടങ്ങാൻ ഈ വീഡിയോയുടെ താഴെ ഞാൻ 2 ലിങ്ക് ഇട്ടുണ്ട്. ആദ്യത്തെ ക്വസ്റ്റേഡ്, ആ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾ ക്വസ്റ്റേഡിൽ ഒരു അക്കൗണ്ട് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് $50 ഇൻ കമ്മീഷൻ ഫ്രീ ട്രേഡ് കിട്ടും. രണ്ടാമത്തെ വെൽസിമ്പിൾ, നിങ്ങൾ ഈ ലിങ്ക് ഉപയോഗിച്ച് വെൽസിമ്പിൾ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ട് അതിൽ $100 ഡെപ്പോസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് $10 റഫറൽ ബോണസ് കിട്ടും. ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് ടാക്സസ് ആപ്ലിക്കബിൾ ആവുന്നത് 2 തരം അക്കൗണ്ട്സിനാണ്, ക്യാഷ് അക്കൗണ്ട് അല്ലെങ്കിൽ മാർജിൻ അക്കൗണ്ടിന്. നമുക്ക് ആദ്യം ക്യാപിറ്റൽ ഗെയിൻസിനെ പറ്റി സംസാരിക്കാം. ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു സ്റ്റോക്ക് $10 വാങ്ങി പിന്നീട് ആ സ്റ്റോക്ക് $30 ആയി. സോ ഇവിടെ നിങ്ങളുടെ ക്യാപിറ്റൽ ഗെയിൻ $20 ആണ്. പിന്നീട് നിങ്ങൾ ഈ സ്റ്റോക്ക് $30 വിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കേണ്ടി വരും. ക്യാപിറ്റൽ ഗെയിനിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഗെയിനിന്റെ 50% നിങ്ങൾക്ക് ടാക്സ് ആയിട്ട് കൊടുത്തേച്ചാൽ മതി. അതായത് ഇവിടെ നിങ്ങളുടെ ക്യാപിറ്റൽ ഗെയിൻ $20 ആണ്. സോ ഈ $20 നിങ്ങൾക്ക് ടാക്സ് അടയ്ക്കേണ്ടത് ഈ $10 ഈ കിട്ടിയ $10 നിങ്ങളുടെ ടാക്സ് ബ്രാക്കറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ടാക്സ് കൊടുക്കേണ്ടി വരും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ക്യാപിറ്റൽ ഗെയിനിന് പകരം ക്യാപിറ്റൽ ലോസ് ആയി, അതായത് നിങ്ങൾ ഒരു സ്റ്റോക്ക് $30 വാങ്ങിച്ചു പിന്നെ ആ സ്റ്റോക്ക് $10 നിങ്ങൾ വിറ്റു, ഇവിടെ നിങ്ങളുടെ ക്യാപിറ്റൽ ലോസ് $20 ആണ്. സോ നിങ്ങളുടെ ക്യാപിറ്റൽ ലോസ് വരുമ്പോൾ നിങ്ങൾക്ക് ഇത് ക്യാപിറ്റൽ ഗെയിൻ റൈറ്റ് ഓഫ് ചെയ്യാൻ ഉപയോഗിക്കാം. ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ക്യാപിറ്റൽ ഗെയിൻ നിങ്ങൾക്ക് ക്യാരി ഫോർവേഡ് അല്ലെങ്കിൽ ക്യാരി ബാക്ക്വേർഡ് ചെയ്യാം. അതായത് നിങ്ങൾക്കൊരു $5,000 നിങ്ങൾക്ക് ക്യാപിറ്റൽ ലോസ് ഉണ്ടെങ്കിൽ ഈ $5,000 നിങ്ങൾക്ക് ഭാവിയിൽ ക്ലെയിം ചെയ്യാം, അല്ലെങ്കിൽ ഈ $5,000 പാസ്റ്റ് 3 ഇയേഴ്സിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഗെയിൻ്റെ only 50% ആണ് ടാക്സബിൾ. ഇതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഒരു വർഷം $100,000 ഉണ്ടാക്കി, ആ വർഷം ഗവൺമെൻറ് നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ വർഷം $50,000 മാത്രം ടാക്സ് അടച്ചാൽ മതി. സോ അത്രയും ബെനിഫിറ്റ് ഉണ്ട് ഈ ക്യാപിറ്റൽ ഗെയിൻ്റെ ടാക്സേഷൻ. സോ ഇനി നമുക്ക് ഡിവിഡൻസിനെ പറ്റി സംസാരിക്കാം. സോ ആദ്യം നമുക്ക് എന്താണ് ഡിവിഡൻസ് എന്ന് നോക്കാം. ഒരു കമ്പനിയുടെ പ്രോഫിറ്റ്സ് വെച്ച് ആ കമ്പനിക്ക് 2 ഓപ്ഷനാണ് ഉള്ളത്. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ആ പ്രോഫിറ്റ് കമ്പനിയിലേക്ക് റീഇൻവെസ്റ്റ് ചെയ്യാം. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ആ പ്രോഫിറ്റിൻ്റെ ഒരു ശകലം പോർഷൻ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് വീതിച്ചു കൊടുക്കാം. ഇങ്ങനെ വീതിച്ചു കൊടുക്കുന്ന ക്യാഷ് പേയ്മെന്റ്സിനെയാണ് ഡിവിഡൻസ് എന്ന് പറയുന്നത്. ഈ ഡിവിഡൻസ് അല്ലെങ്കിൽ ഈ ക്യാഷ് പേയ്മെന്റ്സ് ഒരു ടാക്സബിൾ ഇൻകം ആണ്. ഈ ഡിവിഡൻസിന് എംപ്ലോയ്മെന്റ് ഇൻകത്തേക്കാൾ ടാക്സ് കുറവാണ്. പക്ഷെ നമ്മൾ ഡിവിഡൻസും ക്യാപിറ്റൽ ഗെയിൻസും കമ്പയർ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ഗെയിൻസിന്റെ ടാക്സ് വളരെ കുറവാണ്. കാരണം നമ്മൾ ക്യാപിറ്റൽ ഗെയിൻസിന്റെ 50% മാത്രമേ നമ്മൾ ടാക്സ് കൊടുക്കുന്നുള്ളൂ. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ കനേഡിയൻ ഡിവിഡൻസിന് കനേഡിയൻ ഗവൺമെന്റ് കണ്ടമാനം ടാക്സ് ക്രെഡിറ്റ് കൊടുക്കുന്നുണ്ട്. ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം കിട്ടിയ ഇൻകം $50,000 ആണ്. ഈ $50,000 നിങ്ങൾക്ക് കിട്ടിയത് കനേഡിയൻ ഡിവിഡൻസ് വഴിയാണ്. നിങ്ങൾക്ക് ഈ $50,000 പേ ചെയ്തത് എലിജിബിൾ കനേഡിയൻ ഡിവിഡൻഡ് പേയിങ് കമ്പനീസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ $50,000 ടാക്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ $50,000 ടാക്സ് റേറ്റ് ഓൾമോസ്റ്റ് 38% ആണ് വരുന്നത്. പക്ഷേ ഈ ഫെഡറൽ ടാക്സ് ക്രെഡിറ്റും ഈ പ്രൊവിൻഷ്യൽ ടാക്സ് ക്രെഡിറ്റും ഇതിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് 38% ടാക്സ് ഡിഡക്ഷൻ കിട്ടും. സോ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ടാക്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങളൊരു കപ്പിളാണ്, അതായത് ഹസ്ബൻഡിനും വൈഫിനും $50,000 ഈച്ച് വെച്ച് കനേഡിയൻ
എലിജിബിൾ ഡിവിഡൻഡ് പേയിങ് കമ്പനീസ് ഡിവിഡൻഡ് പേ ചെയ്തു. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ $100,000 നിങ്ങൾക്ക് ടാക്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ കാണുന്നതായിരിക്കും നല്ലത്. കാരണം ഈ കനേഡിയൻ എലിജിബിൾ ഡിവിഡൻഡ് പേയിങ് കമ്പനീസും കനേഡിയൻ ഇൻഎലിജിബിൾ പേയിങ് കമ്പനീസും പ്രൊവൈഡ് ചെയ്യുന്ന ടാക്സ് ക്രെഡിറ്റ് ഡിഫറെൻ്റ് ആണ്. പിന്നെ ചില ഡിവിഡൻഡ് പേയിങ് കമ്പനീസ് ലൈക്ക് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന ഡിവിഡൻഡ് ഈ ടാക്സ് ക്രെഡിറ്റിന് എലിജിബിൾ അല്ല. സോ നിങ്ങൾക്ക് ഇതിന് താല്പര്യമുണ്ടെങ്കിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ദയവായി ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ കാണുക. പിന്നെ നിങ്ങൾക്ക് ഈ ഡിവിഡൻഡ് US കമ്പനിയിൽ നിന്നാണ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഈ ടാക്സ് ക്രെഡിറ്റിന് നിങ്ങൾ ഇൻഎലിജിബിൾ ആണ്. ഈ US കമ്പനീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിവിഡൻസിന് 30% വിത്ത് ടാക്സ് നിങ്ങൾക്ക് പേ ചെയ്യേണ്ടി വരും. പക്ഷേ നിങ്ങൾ ഈ W8 ബെൻ ഫോം ഫിൽ ചെയ്താൽ നിങ്ങൾക്കത് 15% ആയിട്ട് താഴത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ നിങ്ങൾ ഡിവിഡൻഡ് റീഇൻവെസ്റ്റ്മെന്റ് പ്ലാനിന് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിൽ ഈ ഡിവിഡൻസിന് ടാക്സ് കൊടുക്കേണ്ടി വരും. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടാക്സ് ഓൺ ഇൻട്രസ്റ്റ് ആണ്. നിങ്ങൾക്ക് ഈ ഇൻട്രസ്റ്റ് സാധാരണ കിട്ടുന്നത് ഇൻകം ഫ്രം ഫിക്സഡ് സെക്യൂരിറ്റീസ് ആണ്. അതായത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ബോണ്ടിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ GIC നിന്ന് കിട്ടും. കിട്ടുന്ന ഇൻട്രസ്റ്റിന്റെ ടാക്സ് അഡ്വാൻറ്റേജ് വളരെ കുറവാണ്. അതായത് നിങ്ങളുടെ എംപ്ലോയ്മെന്റ് ഇൻകവും പിന്നെ ഈ ഇൻട്രസ്റ്റും ടാക്സ് ചെയ്യുന്നത് ഒരേ റേറ്റിലാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞോളൂ, ഈ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് നിങ്ങൾക്ക് കൊടുക്കേണ്ടത് ഒരു സ്റ്റോക്ക് വിൽക്കുമ്പോൾ മാത്രമാണ്. പക്ഷേ ഇൻട്രസ്റ്റ് അങ്ങനെയല്ല. നിങ്ങൾക്ക് ഈ ഇൻട്രസ്റ്റ് ഇൻകം എല്ലാ വർഷവും നിങ്ങൾക്ക് ഇതിന്റെ ടാക്സ് കൊടുക്കേണ്ടി വരും. പിന്നെ ഈ ഇൻട്രസ്റ്റിനെ പറ്റി എനിക്ക് അധികം പറയാനില്ല. പക്ഷേ ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കനേഡിയൻ സ്റ്റോക്സ് ഒരു ക്യാഷ് അക്കൗണ്ടിൽ ഹോൾഡ് ചെയ്താൽ നിങ്ങൾക്ക് ടാക്സ് അഡ്വാൻറ്റേജ് കൂടുതൽ കിട്ടും. ഒരു US സ്റ്റോക്ക് അല്ലെങ്കിൽ ഒരു GIC നിങ്ങളൊരു രജിസ്റ്റേർഡ് പ്ലാനിൽ ഓൺ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ടാക്സ് അഡ്വാൻറ്റേജ് കിട്ടും. പക്ഷേ നിങ്ങൾ ഒരിക്കലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അതിൻ്റെ ടാക്സ് ബെനിഫിറ്റ്സ് മാത്രം കണക്കാക്കി നിങ്ങൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. ചിലപ്പോൾ നിങ്ങളൊരു ഹൈ ഗ്രോത്ത് US സ്റ്റോക്ക് ഒരു ടാക്സബിൾ അക്കൗണ്ടിൽ ഓൺ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് അതിൽ നിന്ന് കൂടുതൽ റിട്ടേൺ കിട്ടുക. നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കൺസിഡർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ അതിൻ്റെ എല്ലാ ആസ്പെക്ട്സും കൺസിഡർ ചെയ്യുക. സോ അതോടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബി കൈൻഡ്.